ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് ഇമേജ് പ്രോസസ്സിംഗ് സബ്ജക്റ്റിലെ മറ്റൊരു അൽഗോരിതമായ മിഡ് പോയിൻറ്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതമാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് ഞാൻ നമ്മുടെ ലൈൻ ഡ്രോയിങ് അൽഗോരിതംസ്, 2 ലൈൻ ഡ്രോയിങ് അൽഗോരിതം അതേപോലെ 2 സർക്കിൾ ഡ്രോയിങ് അൽഗോരിതമാണ് ഉള്ളത്. അപ്പോൾ DDA ബ്രസൻഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം രണ്ടും ഞാൻ കഴിഞ്ഞ വീഡിയോസിലായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ആദ്യത്തെ സർക്കിൾ ഡ്രോയിങ് അൽഗോരിതമായ മിഡ് പോയിൻറ്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതമാണ്. ഇനി ഒരു സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം കൂടിയുണ്ട്, ബ്രസൻഹാംസ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീൽ ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് മിഡ് പോയിൻറ്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. ഇപ്പോൾ ഡയറക്റ്റ് അൽഗോരിതത്തിലേക്ക് പോവാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ലൈൻ ഡ്രോയിങ് അൽഗോരിതം, 2 ലൈൻ ഡ്രോയിങ് അൽഗോരിതത്തിൽ നമുക്ക് 2 എൻഡ് പോയിൻറ്റ്സ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതിൽ നമ്മൾ സ്ലോപ്പൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്, ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്ററും അങ്ങനെ. അപ്പം ഇവിടെ നമ്മൾ സർക്കിൾ ഡ്രോയിങ് അൽഗോരിതത്തിൽ നമുക്ക് ഒരു സെൻറ്റർ പോയിൻ്റ് തന്നിട്ടുണ്ടാവും, സർക്കിളിൻ്റെ ഒരു സെൻറ്റർ XC, YC ആൻഡ് അതേപോലെ തന്നെ റേഡിയസും തന്നിട്ടുണ്ടാവും R. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ഇനിഷ്യൽ പോയിൻ്റായ X0, Y0 കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമുക്ക് X0, Y0 കിട്ടുന്നത്? X0, Y0 ഈക്വൽ ടു 0, R, അതായത് റേഡിയസ്. അപ്പോൾ 0, R ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇനിഷ്യൽ പോയിൻ്റായ X0, Y0 കിട്ടും. നമുക്ക് തന്നിട്ടുണ്ടാകുന്നത് എന്തായിരിക്കും? സെൻറ്റർ പോയിൻ്റ് XC, YC അതേപോലെ റേഡിയസും. അതിൽ നിന്ന് ഇനിഷ്യൽ പോയിൻ്റ് X0, Y0 എന്ന് പറയുന്നത് 0, റേഡിയസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ P0 കണ്ടുപിടിക്കുന്നത്. ഇനീഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ ഇവിടെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? P0 ഈക്വൽ ടു 1 - R. ബ്രസൻഹാംസ് ലൈൻ ഡ്രോയിങ്ങിലായിരുന്നപ്പോൾ P0 എന്ന് പറയുന്നത് ഇനീഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ എങ്ങനെയായിരുന്നു? 2Δy - Δx എന്നായിരുന്നു. DDA ലൈൻ ഡ്രോയിങ് അൽഗോരിതത്തിൽ നമുക്ക് ഇനീഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ മിഡ് പോയിൻറ്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതത്തിൽ P0 എന്ന് പറയുന്നത് 1 - റേഡിയസ് ആണ്. ഓക്കെ, എന്നിട്ട് ആ P0യുടെ വാല്യൂ <0 PK ആണ്. ഓക്കെ, PK ആ P0യുടെ വാല്യൂ <0 ആണോ എന്ന് നോക്കും. <0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? XK എന്ന് പറയുന്നത് XK + 1 ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. YK + 1 എന്ന് പറയുന്നത് YK തന്നെയാണ്. PK + 1 നമ്മുടെ അടുത്ത ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് പ്രീവിയസ് ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ PK, അതിൻ്റെ കൂടെ 2 XK + 1 + 1. സോ PK + 1 എന്ന് പറയുന്നത് PK + 2 XK + 1 + 1 ചെയ്യുക. ഇനി അല്ല, നമ്മളുടെ PK എന്ന് പറയുന്നത് PK ആണ്. ഓക്കെ, PK എന്ന് പറയുന്നത് > 0 ആണെന്നുണ്ടെങ്കിൽ XK + 1 എന്ന് പറയുന്നത് എന്താണ്? XK + 1 തന്നെയാണ്. ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. YK + 1 എന്ന് പറയുന്നത് YK - 1 ആണ്. YK ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് PK + 1 എന്ന് പറയുന്നത് നമ്മൾ PK + 2 XK + 1ൻ്റെ കൂടത്തിൽ -2 YK + 1 കൂടെ ചെയ്യുക. സോ PK + 1 എന്ന് പറയുന്നത് PK + 2 XK + 1 + 1 -2 YK + 1. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ സ്റ്റെപ്പ് എപ്പോൾ വരെ റിപ്പീറ്റ് ചെയ്യുക? എക്സിൻ്റെ വാല്യൂ > അല്ലെങ്കിൽ ഈക്വൽ ടു Y ആവുന്ന വരെ നമുക്ക് ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഒന്നും കൂടി അൽഗോരിതം പറയാം. നമുക്കൊരു സെൻറ്റർ പോയിന്റ് തന്നിട്ടുണ്ടാവും, XC, YC എന്ന് പറയുന്നിട്ട് ആൻഡ് ഒരു റേഡിയസും തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് X0, Y0 എങ്ങനെ കിട്ടും? 0, റേഡിയസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇനീഷ്യൽ പോയിന്റ് നമുക്ക് കിട്ടും. എന്നിട്ട് അതിൽ നിന്ന് ഇനീഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ P0 എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? 1 - R റേഡിയസ് ചെയ്യുമ്പോൾ കിട്ടും. ആൻഡ് PKയുടെ വാല്യൂ എന്ന് പറയുന്നത് <0 ആണെന്നുണ്ടെങ്കിൽ XK + 1 എന്ന് പറയുന്നത് XK + 1, YK + 1 എന്ന് പറയുന്നത് YK തന്നെ. PK + 1 എന്ന് പറയുന്നത് PK + 2 XK + 1 + 1 അല്ല, PKയുടെ വാല്യൂ > 0 ആണെന്നുണ്ടെങ്കിൽ XK + 1 എന്ന് പറയുന്നത് XK + 1, YK + 1 എന്ന് പറയുന്നത് YK - 1, PK + 1 എന്ന് പറയുന്നത് PK + 2 XK + 1 + 1 -2 YK + 1. ഈ സ്റ്റെപ്സ് നമ്മൾ എപ്പോൾ വരെ റിപ്പീറ്റ് ചെയ്യണം? X > Y ആവുന്ന വരെ. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഒരു നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് സെൻറ്റർ തന്നിട്ടുണ്ട് 0, 0,
പറയുന്ന 0 എന്നൊരു സെൻറ്ററും അതേപോലെ റേഡിയസ് 10 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ XCYC തന്നിട്ടുണ്ട്, അതായത് സെൻറ്റർ പോയിൻറ്റ്സ് XCYC, റേഡിയസ് 6 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കണം, ഇനിഷ്യൽ പോയിൻറ്റ് x0 y0 കണ്ടുപിടിക്കണം. സോ നമ്മൾ ആദ്യമേ ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ P0 എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുക? ഇക്വേഷൻ എന്താണ്? 1 - R, 1 - റേഡിയസ് 1 - 10 ചെയ്യുമ്പോൾ -9 അതാണ് നമ്മുടെ ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ P0. ഇനി അതേപോലെ x0 y0 നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എങ്ങനെയാണ് കിട്ടുക എന്ന് ഞാൻ പറഞ്ഞു, 0, R. 0, R എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? റേഡിയസ് 10 ആണ്. സോ 0, 10 നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മുടെ കിട്ടിയ ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ അതോ ലെസ് ദാൻ 0 ആണോ? ഇപ്പോൾ ഇവിടെ എന്താണ്? -9 എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 0 ആണ്. സോ PKയുടെ വാല്യൂ ലെസ് ദാൻ 0 ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? XK+1 എന്ന് പറയുന്നത് എന്താണ്? XK+1, XKയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ x എന്താണ്? 0. സോ 1 ആയി. YK+1 എന്ന് പറയുന്നത് YK തന്നെ ആയിരിക്കും. ഇവിടെ YK എന്താണ്? 10. അപ്പോൾ അത് 10 തന്നെ ആയിരിക്കും. PK+1 അതായത് P1 എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ എന്താണ്? P0 + 2 XK+1 + 1. ഓക്കെ, അപ്പോൾ P0യുടെ വാല്യൂ എന്താണ്? -9. -9 + 2 ഇൻറ്റു XK+1 എന്താണ്? 1 + 1. ഓക്കെ, അപ്പോൾ നമ്മുടെ P1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -6 കിട്ടി. അപ്പോൾ വീണ്ടും നമ്മൾ നോക്കുക, നമ്മളുടെ P1ൻ്റെ വാല്യൂ എന്താണ്? ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 ആകുമ്പോൾ XK+1 എന്ന് പറയുന്നത് XK+1, ഇപ്പോൾ XK+1 1 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ 2 ആയി. അതേപോലെ YK+1 എന്ന് പറയുന്നത് YK തന്നെ ആയിരിക്കും, അതായത് 10 ആയിട്ട് തന്നെ ഇരിക്കുക. P2 എന്ന് പറയുന്നത് എങ്ങനെയാണ്? PK+2 XK+1 + 1. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? -1. അപ്പോൾ -1 ആണ് നമുക്ക് P2ൻ്റെ വാല്യൂ കിട്ടിയത്. അപ്പോൾ P2 എന്ന് പറയുന്നത് വീണ്ടും എന്താണ്? ലെസ് ദാൻ 0. സോ P2 ലെസ് ദാൻ 0 ആൻഡ് XK+1 എന്ന് പറയുന്നത് XK+1. അപ്പോൾ 2 ആയിരുന്നു XK+1, അത് 3 ആയി. YK+1 എന്ന് പറയുന്നത് YK തന്നെയാണ്, അതുകൊണ്ട് 10 തന്നെയാണ്. P3 എന്ന് പറയുന്നത് എന്താവും? P2 + 2 XK+1 + 1. അപ്പോൾ നമുക്ക് P2ൻ്റെ വാല്യൂ 6 കിട്ടും. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ P3യുടെ വാല്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഗ്രേറ്റർ ദാൻ 0 വന്നു. അപ്പോൾ P3 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് നമുക്ക് XK+1 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 4 കിട്ടി. 3 ആയിരുന്നു, അത് 4 ആയി. YK+1 എന്ന് പറയുന്നത് YK -1 ആണ്, ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ടാണ്. അപ്പം എന്ത് കിട്ടും? YK എന്ന് പറയുന്നത് 10 ആണ്, അപ്പോൾ അതിപ്പോൾ 9 ആയി. ഇനി P4 എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഡിസിഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കാനുള്ളത് PK+2 XK+1 + 1 - 2 YK+1 എന്നാണ്. അപ്പോൾ അതാണ് ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് വാല്യൂ -3 കിട്ടി, വിച്ച് ഇസ് അഗെയിൻ ലെസ് ദാൻ 0. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് എപ്പോൾ വരെ റിപ്പീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഒന്നെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു y ആവുന്ന വരെ നമ്മൾ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് P4ൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെന്ന് കിട്ടിയതാണ് -3. സോ XK+1 എന്ന് പറയുന്നത് എന്താ? XK+1, സോ 4 ആയിരുന്നു, അതിപ്പോൾ 5 ആയി. YK+1 YK തന്നെ ആയിരിക്കും, അപ്പോൾ 9. ആൻഡ് P5 എന്ന് പറയുന്നത് P4 + 2 XK+1 + 1 ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടി, വിച്ച് ഇസ് അഗെയിൻ വാട്ട്? ഗ്രേറ്റർ ദാൻ 0. സോ P5ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് XKയുടെ വാല്യൂ എന്ത് കിട്ടും? XK+1 അതായത് 6 ആയി. YK+1 എന്ന് പറയുന്നത് YK -1 ആവും, 9 ആയിരുന്നു, ഇപ്പോൾ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്ത് 8 ആയി. എന്നിട്ട് P6 എന്ന് പറയുന്നത് എന്താ? P5 + 2 XK+1 - 2 YK+1 ചെയ്യുമ്പോൾ 5 കിട്ടി, അത് വീണ്ടും ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 P6 ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ XK+1 എന്ന് പറയുന്നത് XKയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുക, 7 ആയി. YK+1 YK -1 ആകും, 8 ആയിരുന്ന വാല്യൂ 7 ആയി. ഓക്കെ, അപ്പോൾ അവിടെ വരെ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ നോക്കൂ, നമ്മുടെ എക്സിൻ്റെ വാല്യൂ എന്തായി? ഈക്വൽ ടു y ആയില്ല. ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ y അല്ലെങ്കിൽ ഈക്വൽ ടു y ആണെന്ന് വരെ നമ്മൾ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ എക്സിൻ്റെ വൈയുടെ വാല്യൂ സെയിം ആയി. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് നമ്മളുടെ ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ടേബിൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ടേബിളിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് വേണ്ടത്? കെയുടെ വാല്യൂ വേണം, XK+1 വേണം, YK+1 വേണം, അതേപോലെ PK+1 വേണം. ഓക്കെ, അതായത് PKയുടെ വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്ന ഈ PKയുടെ വാല്യൂ ഉണ്ടല്ലോ, ആ ഓരോ വാല്യൂസ്.
ആദ്യമേ നമ്മൾ എക്സ് എവിടം തൊട്ട് കെ എന്ന് പറയുന്നത് നമ്മൾ എവിടം തൊട്ട് എവിടം വരെയാണ് വേരി ചെയ്തത്? വിൽ സി കെയുടെ വാല്യൂ നമ്മൾ P0 തൊട്ടല്ലേ പോയേക്കുന്നത്, അതാണല്ലോ PK എന്ന് പറയുന്നത്. അപ്പോൾ P0 തൊട്ട് നമ്മൾ എവിടം വരെ ചെയ്തു? P6 വരെ ചെയ്തു. സോ 0 to 6 വരെ നമ്മളിവിടെ 7 വരെ കൊടുത്തിട്ടുണ്ട്, 7 വരെ ചെയ്തു. ഓക്കെ, സോ 7 കെയുടെ വാല്യൂ 0 തൊട്ട് 7 വരെ വേരി ചെയ്തു. എക്സ് കെ ഇനി അതിൻ്റെ ഓരോന്നുണ്ട്, ഈ കെയുടെ വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വന്ന XK+1 YK+1ൻ്റെ വാല്യൂസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ കെ വാല്യൂ 0 ആയിരുന്നപ്പോൾ എക്സ് കെയും വൈ കെ എന്തായിരുന്നു? 0, 10. 1 ആയിരുന്നപ്പോൾ 1, 10. പിന്നെ 2, 10, 3, 10, 4, 10. 5 ആയിരുന്നപ്പോൾ എന്താണ് വന്നത്? 5, 9. അതേപോലെ കെയുടെ വാല്യൂ 6 ആയിരുന്നപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 6, 8. 7 ആയിരുന്നപ്പോൾ 7, 7. ഓക്കെ, അവിടം വരെ നമുക്ക് ചെയ്യാം. അവിടെ എത്തിയപ്പോൾ എക്സും വൈ ഈക്വൽ ആയതുകൊണ്ട് അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം ഈ ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ ഇനീഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ PK എന്തായിരുന്നു? -9, -6, -1, 6, -3, 8, 5 വരെയല്ലേ നമ്മൾ കണ്ടുപിടിച്ചോ? 5. ഓക്കെ, അത്രയും ചെയ്തു. ഇനി നമുക്ക് സാധാ രീതിയിൽ തന്നെ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഗ്രാഫിൽ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ഞാൻ 2, 4, 6, 8, 10 എന്നുള്ള രീതിയിലാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 0, 10. സോ 0, 10ൽ ഫസ്റ്റ് പോയിന്റ് ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 1, 10, 2, 10, 3, 10, അതേപോലെ 4, 9, 5, 9, 6, 8, അവസാനത്തെ പോയിന്റ് 7, 7. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു കേർവ് ഒന്നും കിട്ടില്ല. നമ്മളെന്താണ് അതൊരു കേർവ് പോലെ ആക്കി വരയ്ക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് വരയ്ക്കുമ്പോൾ ആക്ച്വലി ഇങ്ങനൊരു ലൈൻ ആയിരിക്കും വരുന്നത്. നമ്മളെന്താ ചെയ്യുക? അതൊരു കേർവ് പോലെ ആക്കി അങ്ങ് വരയ്ക്കുക. സോ ഇങ്ങനെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. ഇനി നമുക്ക് ഇത് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് മേ ബി 10 മാർക്സിന് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടില്ല. ഇത്രയും തന്നെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സമയം എടുക്കും, ടൈം കൺസ്യൂമിങ് ആണ്. സോ ടൈം ഉണ്ടെങ്കിൽ ടൈം ഉള്ളതനുസരിച്ച് നമ്മൾ ബാക്കി ഒക്ടൻസിൻ്റെ വാല്യൂം കൂടെ കണ്ടുപിടിക്കാൻ നോക്കണം. ഓക്കെ, ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. സോ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ക്വാഡ്രൻ്റ് എടുത്തു. അതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ നമുക്ക് 8 ക്വാഡ്രൻസ് ആയി. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാനിപ്പം ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പോയേക്കുന്നത്. ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് പോയിന്റ് XY ആയിട്ട് എടുത്തു. സെക്കൻഡ് പോയിന്റ് അപ്പോൾ തിരിച്ചെടുക്കും.